ഇനിയിപ്പോൾ വേറെ കടവെല്ലാം തുടങ്ങാൻ ഉദ്ദേശം അടുത്തെങ്ങാനും? ഇല്ല, അങ്ങനെയില്ല. ഇതിന്റെ ബ്രാഞ്ചസ് തന്നെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ 1 man ഷോയിലാണ്. ഈ വീടും സ്ഥലമൊക്കെ അതിൻ്റെ എല്ലാം സ്വന്തം. അവിടെ താഴത്തോട്ട് ഇതുവരെയുള്ള 2500 സ്ക്വയർ ഫുട്ട് ഏരിയ ഞാൻ 90-ൽ വാങ്ങിച്ചത്. അവിടെ 90-ൽ വാങ്ങിച്ചത്. അന്നേരം ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇല്ല. ഇതിപ്പം നമ്മളെ നാട് പോലെ ഓണർഷിപ്പ് ഏരിയ ഇല്ലാന്ന്. പിന്നെ ഒരു കടയുണ്ട്, അതെന്ന് വെച്ചാൽ വേറെയൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻഡസ്ട്രിയിൽ ഒരു കമ്പനി ഉണ്ട്, അത് റെന്റിൽ കൊടുത്തിരിക്കുക. പിന്നെ ഓഫീസ് സ്വന്തമായിട്ടുണ്ട്. പിന്നെ വാശിയിലും നമ്മളൊരു ചെറിയ ബ്രാഞ്ച് ഉണ്ട്. നാട്ടിലെങ്ങനെയാണ് സ്ഥലങ്ങൾ വല്ലതും മാറ്റിയിട്ടുണ്ട്? നാട്ടിലെന്ന് വെച്ചാൽ നമ്മളെ തറവാട്ടിലുള്ള ആ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴൊന്നും വാങ്ങിച്ചില്ല. പിന്നെ നാട്ടിലെ സ്ഥലം വാങ്ങിച്ചിട്ടാൽ ഞാൻ നോക്കാൻ ആൾ വേണം. ആരുമില്ല, ആൾക്കാരില്ല. അമ്മ ഒറ്റയ്ക്ക്. മേഡത്തിന്റെ നാട്ടിൽ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? കുടുംബസ്വത്തുണ്ട്. കുടുംബസ്വത്ത് മാത്രമേ ഉള്ളൂ. ഇത്രയും കാലം പണിയെടുത്ത് കഷ്ടപ്പെട്ടൊന്നും വാങ്ങിച്ചു കൂട്ടിയില്ല. എല്ലാം ഉള്ള വീട് തന്നെ. എല്ലാവിടെ തന്നെ. താറ് വളരെ ചെറുപ്പത്തിലല്ലേ ഇങ്ങോട്ട് വന്നു. അന്ന് എൻ്റെ ഒരു 10ാം ക്ലാസ് പഠിച്ചിട്ടാണല്ലോ ഞാൻ ബോംബെയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടമായിരുന്നു. ഇല്ല, തീരെ ഇഷ്ടമില്ല. അവർ തീരെ പോണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളെ നിർബന്ധം കൊണ്ട് വേറെ കണ്ണൂർ നമ്മളെ പരിചയക്കാരുള്ളതുകൊണ്ട് അവരെ കെയർ ഓഫിൽ ഇങ്ങോട്ട് വന്നത്. അന്ന് നമ്മുടെ നാട്ടുകാരൊക്കെ ബോംബെ ഒരു ഭീകര അന്തരീക്ഷമാണ് ബോംബെ എന്നാണ് ധരിച്ചിരുന്നത്. അത് ശരിയാണല്ലേ ആ സമയത്ത്? പക്ഷെ ഇപ്പോഴതില്ല. ഇപ്പം അതില്ല. ഈ 10ാം ക്ലാസ് പഠിച്ചിട്ട് എത്ര വയസ്സുണ്ടാവും? അപ്പോൾ 18, 20, 22 വയസ്സുള്ളൂ. ഈ 22 വയസ്സായിട്ട് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ചെയ്ത ബിസിനസ് എന്താണ്? ചെയ്ത ബിസിനസ് അല്ല, അന്നേരം കമ്പനിയിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്തു. ഫാബ്രിക്കേഷൻ്റെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്തു. ആ സമയത്ത് 5 രൂപ ശമ്പളം ഉണ്ടായിരുന്നു 8 മണിക്കൂർ ജോലിക്ക്. അത് ചെയ്തേ പറ്റൂ. പിന്നെ നമ്മളെ കേരളത്തിൻ്റെ നല്ല നല്ല ആൾക്കാരുള്ള ഗൈഡൻസ്, മഹേന്ദ്രയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ബാച്ചിലേഴ്സ്, പ്രായമുള്ള ആളെ താമസത്തിൽ അവരുടെ കൂടെ നമ്മൾ ബാച്ചിലേഴ്സ് ആയിരുന്നു. അന്നേരം അവരെല്ലാ ഗൈഡൻസും നമുക്ക് പറഞ്ഞു തന്നു. ഒരു എങ്ങനെയാണ് നമ്മളെ ജീവിത ലൈഫ് എങ്ങനെയാണ് അവരെടുത്താണ് നമ്മൾ കുറേയൊക്കെ സ്റ്റഡി ചെയ്തത്. അങ്ങനെ ചെയ്ത് നമ്മളൊരു കമ്പനിയിൽ ടെക്നീഷ്യനായിട്ട് ഹെൽപ്പറായിട്ട് ജോലി ചെയ്ത്. അവിടുന്ന് മോട്ടോർ പെയിൻറ്റിങ്, വയറിങ്ങിൻ്റെ ഒക്കെ ടെക്നിക്കലായിട്ട് നമ്മൾ പഠിച്ചത്. അത് പഠിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ മുള്ളണ്ടിൽ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ വന്നു. നമ്മൾ അവിടെ നിന്ന് ഇൻ്റർവ്യൂ വന്നപ്പോൾ അവിടെ നമ്മൾ സെലക്ഷനായതിന് ശേഷം പിന്നെ അത് നമ്മൾക്ക് പിന്നെ അവരും ഓണർ പറഞ്ഞു ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റായിട്ട് ചെയ്ത് അങ്ങനെ തുടങ്ങിയതാണ്. ഈ ബിസിനസ്സൊക്കെ തുടങ്ങുന്നത്, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടില്ലേ? ഒരുപാട് വിഷമം. അത് എന്തൊക്കെയാണ് ഉണ്ടായത്? സ്ട്രഗിളിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പിന് സ്ഥലമില്ല. പിന്നെ വർക്കേഴ്സ് വെച്ച് കഴിഞ്ഞാൽ സാലറി കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ അതെന്ന് വെച്ചാൽ പിന്നെ അത് നമ്മൾ ഇത് സ്ഥലങ്ങൾ വാങ്ങിച്ചു, ഇങ്ങനെ വാടകയ്ക്ക് റെൻറ്റിൽ സ്ഥലം വാങ്ങിച്ചു. പിന്നെ അവർക്ക് ഓണേഴ്സിന് കറക്റ്റായിട്ട് പൈസ ഒക്കെ അതിൻ്റെ കൊടുത്ത് അങ്ങനെ ബോംബെയെ കുറിച്ച് ഒരു സംസാരം എല്ലാവരും പറയുന്നത്, ബോംബെയിൽ വന്ന് നമ്മൾ ബിസിനസ് ചെയ്താൽ അത് വിജയിക്കും. അതിന് എല്ലാവരും പറയുന്ന ഒറ്റ മാറ്ററാണ്, നമ്മൾ കൃത്യമായിട്ട് വാങ്ങിക്കുന്നത് കൃത്യമായിട്ട് കൊടുത്താൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കും. നാട് പോലെ അല്ല. ഇവിടെ ഏറ്റവും നല്ല സൂപ്പർ എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റിയ സ്ഥലം ബോംബെ. അതിലൊരു ഇതുമില്ല, നമ്മൾ ഫെയിൽ ആവില്ല അതിൽ. ഇല്ല, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ബെനിഫിറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അതുപോലെ വേറൊരാൾക്ക് ഒരു അസൂയ അങ്ങനെയുള്ള ഒരു കുശുമ്പില്ല. നമുക്ക് സപ്പോർട്ടിങ് ആണ്, ബിസിനസ്സിന് പരമായ സപ്പോർട്ടിങ് ആണ് അങ്ങനെയുള്ളത്. അതുകൊണ്ടാണ് ഈ കേരളത്തിലെ പലവരും കേരളത്തിലേക്ക് വരാതെ ഇവിടെ തന്നെ ബിസിനസ് ചെയ്യണം. ഇവിടെ എത്രയോ മൾട്ടി സ്റ്റാൻഡേർഡ് കമ്പനിയിലെ ഓണേഴ്സ് ഒരുപാട് ബിസിനസ്സുള്ള സ്ഥലങ്ങളുണ്ട്. അല്ലെ, ഇതിപ്പോൾ ഈ ബിസിനസ് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുപോയി കേരളത്തിൽ കൊണ്ടുപോയി തുടങ്ങണം എന്നൊരാഗ്രഹം? കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിൽ വെച്ചാൽ നമ്മൾ അനിയൻ കണ്ണൂരിൽ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഗ്രാം നല്ല ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എല്ലാം ഇല്ല സമ്മതിക്കില്ല. അത് അവരുമായിട്ട് നമ്മൾ ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം. ഒരു ബുദ്ധിമുട്ടും വരില്ല. ഇപ്പം അങ്ങനെയല്ല സാറേ, ഡൊണേഷൻ ഇപ്പം ആരും വന്നു, സംഭാവനയൊക്കെ വന്നു, നമ്മളുള്ളത് എന്താ വെച്ചാൽ കൊടുത്ത് അവരെയും നമ്മൾ എടുത്തിട്ട് ഇത് ഒരേപോലെ പോകണം. എന്നാൽ നമുക്കൊരു പ്രശ്നം തൃപ്തിപ്പെടുത്തണം. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അച്ഛനും അമ്മയ്ക്കും ഭയങ്കര പ്രയാസം തോന്നുന്നു. നിങ്ങൾ ഇത്രയും നിലയിൽ എത്തിയപ്പോൾ അവർക്കുണ്ടായ സന്തോഷം? അവർക്ക് നല്ല സന്തോഷം. അനിയന്മാരെ പഠിപ്പിച്ചു, സിസ്റ്റേഴ്സിൻ്റെ കല്യാണം കഴിച്ചു, പിന്നെ കുടുംബപരമായിട്ടുള്ള ആൾക്കാരെ ഗൾഫിൽ പറഞ്ഞു വിട്ടു. അപ്പോഴേ എല്ലാവർക്കും ഒരു നല്ല അപ്പൊ അന്ന് പോന്നപ്പോൾ അവർക്ക് വിഷമം ഉണ്ടായിരുന്നുവെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറ്റി എല്ലാം എടുത്തു മാറ്റി കംപ്ലീറ്റ് ക്ലിയർ ആക്കി കൊടുത്തു. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റപ്പ് ആക്കി മാറ്റി കംപ്ലീറ്റ് ടോട്ടലായിട്ട്. ഇപ്പം വീട്ടിലെല്ലാവരും സെറ്റപ്പില്ല എന്നുള്ളത്. ഒരു ആർക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാം സെറ്റപ്പില്ല.
ഇനി വേറെ എന്തോ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥാപനം തുടങ്ങാനായിട്ട്? സ്ഥാപനം വാങ്ങിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ അതിങ്ങനെ പ്രപ്പോസൽ വെച്ചിട്ടേ ഉള്ളൂ, അത് ഡെവലപ്പ് ആക്കിയിട്ടില്ല. ഇത് തന്നെയാണോ ചെയ്യാൻ? ഈ പരിപാടി തന്നെ, ഇലക്ട്രിക്കൽ ബിസിനസ് തന്നെ. ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണം സഹായമൊക്കെ എങ്ങനെയാണ്? സഹകരണം സഹായം എന്ന് വെച്ചാൽ നമ്മൾക്ക് മറ്റ് ഫൈനാൻഷ്യലായിട്ട് നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നത്. ബാക്കി പൊളിറ്റിക്കൽ ലീഡർ മറ്റുള്ള ആൾക്കാരില്ല. പിന്നെ ഇന്റർവ്യൂ സെലക്ഷൻ ചെയ്തിട്ടാകുമ്പോൾ കമ്പനീൻ്റെ വർക്ക് സ്കിൽഡ് വർക്കർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് മാന്യമായ എല്ലാ വേണ്ടുന്ന ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ഇവിടെ അസോസിയേഷൻസ് ഒക്കെ ഇല്ലേ? ഒരുപാട് അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്. അവരുടെ സഹായമോ അല്ല അവരെ നമ്മൾ സഹായിക്കുകയോ ഒക്കെ ചെയ്തിട്ടില്ല? ഇല്ല, മലയാളി സമാജം മറ്റുള്ള സമാജത്തിന്റെ എല്ലാ പ്രോഗ്രാമിനും നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പിന് വന്നു കഴിഞ്ഞാൽ ഡൊണേഷൻ അങ്ങനെയില്ല, നമ്മളെ കൊണ്ട് ചെയ്യുന്നവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അസോസിയേഷൻ മെമ്പറാണോ? എക്സിക്യൂട്ടീവ് കമ്മിറ്റി? മെമ്പേഴ്സ്. എക്സിക്യൂട്ടീവിൽ അതിൽ പോകാൻ ഒന്നാമത് സമയമില്ല. നമ്മൾ ഈ ഫീൽഡിൽ തന്നെ വെച്ചാൽ ഡേ നൈറ്റ് വർക്കാണ്. ആകെ ഇന്നത്തെ ഒരു സൺഡേ കിട്ടുന്നത് അതേ ഉള്ളൂ. ബാക്കിയെല്ലാം അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കും. അതില്ലല്ലോ, കുഴപ്പമില്ല. അതില്ല. ഈ അസോസിയേഷൻ കൂടാണ്ട് മറ്റ് സംഘടനകളൊക്കെ ഇല്ലേ? ചാരിറ്റബിൾ സൊസൈറ്റി ഒക്കെ ഉണ്ടല്ലോ ഉണ്ട്. ചാരിറ്റബിൾ സൊസൈറ്റി ഇപ്പം ഞാൻ അവിടെ ഇൻഡസ്ട്രിയിൽ നടത്തുന്ന സൊസൈറ്റിന്റെ സെക്രട്ടറി ഞാനാണ് മുള്ളണ്ടിൽ. അതുപോലെ എന്ന് വെച്ചാൽ ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട് പോവും. പിന്നെ അവർക്ക് വേണ്ടുന്ന ഡൊണേഷൻ എന്തെങ്കിലും ഹെൽപ്പ് നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ചെയ്തു കൊടുക്കും. എത്ര പേരുണ്ട് അതിനകത്ത്? സൊസൈറ്റിയിൽ എത്ര പേരുണ്ട്? അങ്ങനെ എല്ലാ സൊസൈറ്റിയിൽ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഞങ്ങൾ 45 പേരുണ്ട്. 45 പേരിൽ ആരൊക്കെ എന്താ വെച്ചാൽ എല്ലാം കൂടിയിട്ട് ചാരിറ്റബിൾ ആർക്കും സൊസൈറ്റിക്ക് ഒരു കോമൺ ആയിട്ട് ലെറ്റർ തരും, ഇത്ര പൈസ വേണം നമ്മൾ അതിന് നമ്മൾ ഡൊണേഷൻ സൊസൈറ്റിൻ്റെ വക ഒന്ന് കൊടുക്കും. നമ്മൾ പിരിച്ചു കൊടുക്കും? പിരിച്ചു കൊടുക്കും. നമ്മുടെ ആൾക്കാരെ തന്നെ പിരിച്ചു കൊടുക്കും? അല്ലല്ല, സൊസൈറ്റീൻ്റെ വരുമ്പോഴും സൊസൈറ്റീൻ്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കും. പിന്നെ മറ്റുള്ള അസോസിയേഷൻ മലയാളീൻ്റെ അങ്ങനെയില്ല, നമ്മളെ പേഴ്സണൽ കൊടുക്കും, നമ്മളെ കമ്പനി ചെക്ക് പേഴ്സണലായിട്ട് എല്ലാവരും കളക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ സാറിന് ഒരു ഹോബി എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, എന്താ ഹോബി? അങ്ങനെ ഹോബിയില്ല, ടി വി കാണും. അതുതന്നെ, ടി വി മെയിനായിട്ട് ടി വി കാണുന്ന പരിപാടി. ബാക്കി എന്ന് വെച്ചാൽ എന്തെങ്കിലും പർച്ചേസിങ്, ഇപ്പോൾ ഓണം വരും അല്ലെങ്കിൽ വിഷു വരും, അങ്ങനെയുള്ള സമയത്ത് എന്താ പർച്ചേസിങ്, ഇവർക്ക് മക്കൾക്ക് എന്താ വേണ്ടുന്നില്ല, മറ്റങ്ങനെയില്ല. ബാക്കിയൊക്കെ സ്റ്റഡിയിൽ അങ്ങനെ പോകുന്നത്. സിനിമയൊക്കെ കാണാറുണ്ടോ? ഇല്ല, ടി വിയിൽ മാത്രം. നാട്ടിൽ പോയി കഴിഞ്ഞാൽ തിയേറ്ററിൽ, ഇവിടെ വന്നാൽ ടി വിയിൽ മാത്രം. ഇവിടെ തിയേറ്ററിലില്ലേ? ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഓരോ ഇതിൽ 5 തിയേറ്റർ ഉണ്ട്. പോയി വരാനുള്ള ബുദ്ധിമുട്ട്? ഇല്ല, അന്നില്ല, അതിനെ പറ്റി ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എന്ന് വെച്ചാൽ ആ സമയം ലിമിറ്റേഷൻ്റെ ആകെ കിട്ടുന്നൊരു സൺഡേ അല്ലേ, ആ ഫാമിലി ആയിട്ട് അങ്ങനെ ഇതാവും. ബാക്കി ടി വിയിൽ പ്രോഗ്രാം ഉണ്ടല്ലോ 24 മണിക്കൂർ, അതിലങ്ങ് എൻജോയ് ചെയ്യും.